സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ജില്ലയിലെ മുഴുവൻ മത്സ്യബന്ധന ബോട്ടുകളും 9 വൈകിട്ടോടെ തീരമണയും. ഇന്ധനവില വർധനവിൽ നട്ടം തിരിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലമാണ്. ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾ ഉൾപ്പെടെ മുഴുവൻ ബോട്ടുകളും 9 രാത്രിയോടെ തീരത്തടുപ്പിക്കാൻ ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകി. വലുതും ചെറുതുമായ 200ഓളം ട്രോളിംഗ് ബോട്ടുകളാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് 8.5 രൂപയുടെ വർധനയാണ് ഡീസലിനുണ്ടായത്. 95 നിന്ന് 103 രൂപയിലെത്തി. മത്സ്യലഭ്യതക്കുറവിൽ ആടിയുലഞ്ഞ ബോട്ടുകൾക്ക് ഇന്ധനവില വർധന താങ്ങാവുന്നതിന് അപ്പുറമാണ്. ദിവസങ്ങളോളം ആഴക്കടലിൽ വലയെറിയുന്ന വലിയ ബോട്ടുകളാണ് ഏറെയും പ്രതിസന്ധിയിലായത്. ഒരു ദിവസം നിൽക്കണമെങ്കിൽ 500 ലിറ്റർ ഡീസൽ വേണം. 4-5 ദിവസം തങ്ങുന്നവർക്ക് 2500 ലിറ്റർ അധികമായി ഡീസലിനു മാത്രം ചെലവ് വരുന്നത് 21,000 രൂപയാണ്. ചെലവ് കഴിച്ചു കിട്ടുന്ന ലാഭത്തിന്റെ 55% ബോട്ടുടമക്കും 45% തൊഴിലാളികൾക്കുമാണ്. അതുകൊണ്ട് ബോട്ടുടമകൾക്കും തൊഴിലാളികൾക്കും നഷ്ടം ഒരുപോലെയാണ്. ഇത്തവണ ഇന്ധനവില വർധനയ്ക്ക് പുറമെ മത്സ്യലഭ്യതയുടെ കുറവും പ്രതിസന്ധിക്ക് ആഴം കൂട്ടി. ഒരുപാട് ബോട്ടുകൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പല ബോട്ടുകളും ഡീസലിൻ്റെ വിലക്കയറ്റം കൊണ്ട്, കാരണം തുടക്കം ഇപ്പോൾ 10 രൂപ കൂടി, അതിന് മുമ്പ് തന്നെ താങ്ങാൻ പറ്റാത്ത വിലയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് വീണ്ടും 10 രൂപ കൂടിയാണ്. മറ്റു സംസ്ഥാനത്തെല്ലാം സബ്സിഡി ഉണ്ട്, നമ്മുടെ കേരളത്തിൽ സബ്സിഡി ഇല്ല ഡീസലിന്. അപ്പോൾ അത് ഈ ഫിഷിംഗ് ബോട്ടുകൾക്ക് വലിയൊരു ഇരുട്ടടിയാണ് സബ്സിഡി ഇല്ലാത്തത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓരോ ബോട്ടുകൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കടം ബാങ്കിൽ നിന്ന് എടുത്തിട്ടെല്ലാം ഈ ബോട്ടിൻ്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ബോട്ട് ഓടിക്കുന്നത്. സാധാരണ ട്രോളിംഗ് തുടങ്ങുന്ന സമയങ്ങളിലാണ് ആവശ്യത്തിന് മത്സ്യങ്ങൾ ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പതിവ് തെറ്റി ട്രോളിംഗ് നിരോധന കാലം ബോട്ടുടമകൾക്കും സാമ്പത്തിക പ്രതിസന്ധിയുടേതാണ്. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഈ സമയത്താണ്. ഇതിനായി മാത്രം ലക്ഷങ്ങൾ വേണം. വലയുടെ കേടുപാട് തീർക്കാനും യന്ത്രങ്ങൾ നന്നാക്കാനും വലിയ തുക വേറെയും കണ്ടെത്തണം. നിരോധനം ജില്ലയിൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് പറഞ്ഞു. പെട്രോളിംഗ് ശക്തമാക്കും. പൊന്നാനിയിലും താനൂരിലുമായി 4 വീതം റെസ്ക്യൂ ഗാർഡുമാരെയും നിയമിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി.